കൂടുതൽ നിബന്ധനകളും നിർദ്ദേശങ്ങളും പ്രഖ്യാപിച്ച് ദുബായിലെ ടോൾ ഗേറ്റ് സംവിധാനമായ സാലിക് നിയമം ലംഘിക്കുന്ന വാഹനത്തിന് പ്രതിവർഷം പരമാവധി 10,000 ദിർഹം വരെ പിഴ ചുമത്തും. ഇനി മുതൽ സാലിക് അക്കൗണ്ടിലെ ബാക്കി തുക ഉപയോക്താവിന് റീഫണ്ടായി കിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. പ്രതിവർഷം ഒരു വാഹനത്തിന് പരമാവധി 10,000 ദിർഹം വരെ സാലിക്കിന് പിഴ ചുമത്താനാകുമെന്ന മാറ്റമാണ് ഏറ്റവും പ്രധാനം. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഒരു വാഹനത്തിന്റെ പിഴ 10,000 ദിർഹം കവിയാനും പാടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സാലിക് അക്കൗണ്ടിലെ ബാക്കി തുകയോ ബാക്കി തുകയുടെ ഒരു ഭാഗമോ ഉപഭോക്താവിന് റീഫണ്ടായി കിട്ടില്ല എന്നതും പുതിയ നിബന്ധനയുടെ ഭാഗമാണ്. ദുബായ് മാളിൽ സാലിക് സംവിധാനം നടപ്പിലാക്കിയതോടെ പാർക്കിംഗ് നിരക്കുകളിൽ മാറ്റമുണ്ടായി. ഇനി മുതൽ മാളിലെ പാർക്കിങ്ങിന് മണിക്കൂറിൽ 20 മുതൽ 1000 ദിർഹം വരെയാണ് നിരക്ക്. ആദ്യ 4 മണിക്കൂർ സൗജന്യ പാർക്കിങ്ങിന് ശേഷമാണ് പണം ഈടാക്കുക. 41 ലക്ഷത്തിലേറെ വാഹനങ്ങളാണ് സാലിക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം സാലിക് ടാഗിന് തകരാറുണ്ടായാൽ 90 ദിവസത്തിനുള്ളിൽ അറിയിച്ചാൽ സൗജന്യമായി മാറ്റിത്തരുമെന്നും അധികൃതർ അറിയിച്ചു. 5 വർഷം ഉപയോഗിക്കാത്ത സാലിക് അക്കൗണ്ടുകൾ നിഷ്ക്രിയമാകുമെന്നും അത്തരം അക്കൗണ്ടുകളിലെ ബാലൻസ് നഷ്ടമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജനം, ദുബായ്.